വാസുദേവൻ നായരുടെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ, തിലകൻ, നെടുമുടി വേണു, മാധു എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1992 പ്രിയദർശൻ ഇറക്കിയ മലയാള ചലച്ചിത്രമാണ് സതയം. GP വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തത് 7 ആർട്സ് ഫിലിംസ് ആണ്. MD വാസുദേവൻ നായർക്ക് മികച്ച തിരക്കഥാകൃത്തിനുള്ള 1993 ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ലഭിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കണ്ടം സെന്റിലാണ് ചിത്രത്തിന്റെ കുറെ ഭാഗങ്ങളും ക്ലൈമാക്സും ചിത്രീകരിച്ചത്. കുടുംബ സാഹചര്യം മൂലം വേശ്യാവൃത്തിയിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള 2 പെൺകുട്ടികളെ ആ അവസ്ഥയിൽ എത്തപ്പെടാതിരിക്കുവാനായി കൊല ചെയ്യുകയും കോടതി വിധി പ്രകാരം നായകനെ തൂക്കിലേറ്റുകയും ചെയ്യുന്നു എന്നതാണ് കഥ. ഇപ്പോഴിതാ മോഹൻലാൽ പങ്കുവച്ച സതയം ഓർമ്മകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ചിത്രത്തിന്റെ ഓർമ്മകളെ കുറിച്ച് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാനും വീണ്ടും സതയം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തി. തൂക്കാൻ വിധിച്ച ശേഷം ദയാഹർജി നൽകി കാത്തിരിക്കുന്ന തടവ് പുള്ളിയുടെ വേഷമായിരുന്നു എനിക്ക്. മേക്കപ്പ് ചെയ്തു ചെന്നപ്പോൾ എനിക്ക് വേണ്ടി സെൽ തുറന്നിട്ടിരിക്കുന്നു. റിപ്പർ ചന്ദ്രൻ കിടന്ന അതേ സെല്ല് തന്നെ. ചന്ദ്രനെ തൂക്കിക്കൊന്ന ശേഷം ആരെയും അവിടെ കിടത്തിയിട്ടില്ല. പിന്നെ ദിവസങ്ങളോളം ആ സെല്ലിനകത്തായിരുന്നു ഷൂട്ടിംഗ്. മിക്കപ്പോഴും ഞാൻ തനിയെ. ഷൂട്ടുകൾക്കിടയിൽ സെല്ലിന്റെ പൂട്ടലും തുറക്കലും ആവർത്തിക്കേണ്ടത് കൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ ഇരുന്നു. ചന്ദ്രൻ മരണത്തിന് മുൻപ് ചുമരിൽ എന്തെല്ലാമോ എഴുതി വെച്ചിരുന്നു. ലോക നേതാക്കൾ കൊല്ലപ്പെട്ട ദിനങ്ങളായിരുന്നു അതിൽ കുറെ. ബാക്കി ആരുടെയൊക്കെയോ പേരുകൾ. ദയാഹർജി തള്ളി തടവ് പുള്ളിയെ തൂക്കിലേറ്റുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ്. ദിവസങ്ങളോളം സെല്ലിൽ കിടന്നതോടെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. തൂക്കിലേറ്റപ്പെട്ട രാമസ്വാമി, ബാലകൃഷ്ണൻ എന്നിവരെല്ലാം കിടന്ന സെല്ലാണത്. അവരിൽ ചിലർ എന്റെ കൂടെയുണ്ടോ എന്ന് തോന്നിയ നിമിഷങ്ങൾ. വല്ലാത്തൊരു മണം അവിടെ ഉണ്ടെന്ന് തോന്നി. ക്ലൈമാക്സ് ചിത്രീകരിക്കാനായി കൊലമരത്തിന്റെ സെറ്റ് ഇട്ടിരുന്നു. പക്ഷെ തലേ ദിവസം രാത്രി അറിയിപ്പ് വന്നു, ജയിലിലെ യഥാർത്ഥ കൊലമരം ഒരു ദിവസത്തേക്ക് മാത്രമായി ഷൂട്ടിങ്ങിനായി തുറന്നു തരുമെന്ന്. എങ്ങനെയാണ് തൂക്കിക്കൊലയുടെ ചടങ്ങുകളെന്ന് ജയിലർ വിവരിച്ചു തന്നു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം, പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം, പിന്നീട് തലയിൽ കറുത്ത തുണിയിട്ട് വരാന്തയിലൂടെ നടത്തിക്കൊണ്ടു പോകും. മറ്റു തടവുകാർ അരണ്ട വെളിച്ചത്തിൽ അഴിയിലൂടെ നോക്കിക്കൊണ്ടേയിരിക്കും. ചന്ദ്രൻ വെളുപ്പിന് ഒന്നും കഴിച്ചിരുന്നില്ലാത്രേ. കൊണ്ടുപോകുന്ന ശബ്ദം കേട്ട് പലരും പേടിച്ച് കരഞ്ഞു പോലും. മദ്യപിച്ചാണ് താൻ അതിന് സാക്ഷ്യം വഹിച്ചതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു. ഞാനും കുളിയടക്കമുള്ള എല്ലാ ചടങ്ങുകളിലൂടെയും കടന്നുപോയി. ഷൂട്ടിംഗ് സ്ഥലത്ത് സൂചിയിട്ടാൽ കേൾക്കുന്ന നിശബ്ദത. കൊലമരത്തിന് കീഴെ ഞാൻ നിന്ന ശേഷം കുറ്റപത്രം വായിച്ചു കേട്ടു. കയർ പതുക്കെ തലയിലൂടെ ഇട്ടു. കൈകൾ പിറകിൽ കെട്ടിയിരുന്നു. കാലുകൾ കൂടെയുണ്ടായിരുന്ന ആരോ ചേർത്ത് വെച്ചു. ലിവർ വലിക്കാനായി ഒരാൾ തയ്യാറായി നിൽപ്പുണ്ട്. ആക്ഷൻ. സിബി മലയിലിന്റെ നേർത്ത ശബ്ദം ഞാൻ കേട്ടു. ക്യാമറ ഓടുന്നതിന്റെ മുരൾച്ച പോലും കേൾക്കാമായിരുന്നു. പിന്നീട് എന്നെ പുറത്തേക്ക് നടത്തി. ഒരു ഷോട്ട് കൂടി ബാക്കിയുണ്ടായിരുന്നു. കൊലമരത്തിൽ ചവിട്ടി നിൽക്കുന്ന വാതിൽ താഴോട്ട് തുറക്കുന്ന ഷോട്ട്. ലിവർ വലിച്ചപ്പോൾ ആ വാതിൽ താഴോട്ട് തുറന്ന് ശക്തിയിൽ മതിലിൽ വന്നിടിച്ചതിന്റെ ശബ്ദം ജയിലിൽ മുഴങ്ങി. ജയിൽ വളപ്പിലെ മരത്തിലെ വവ്വാലുകൾ കൂട്ടത്തോടെ പറന്നുയരുന്നത് ഞാൻ പുറത്തുനിന്ന് കണ്ടു. മരണം ജയിൽ അറിയുന്നത് ഈ ശബ്ദത്തിലൂടെയാണ്. പുറത്തു വന്ന ജയിലർ പറഞ്ഞു, ലാലിന്റെ കഴുത്തിലിട്ടത് 13 വർഷം മുൻപ് രാമസ്വാമിയെ തൂക്കിക്കൊന്ന അതേ കയറാണ്. പിത്തള വളയം കെട്ടിയ ആ കയറുമായി പോലീസുകാരൻ എന്റെ പിറകെ ഓഫീസിലേക്ക് നടന്നു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായില്ല എന്നാണ് സതയം ചിത്രത്തെ പറ്റി മോഹൻലാൽ പങ്കുവച്ച ഓർമ്മകൾ.